കഴിഞ്ഞ ദിവസം multiplying a 2-digit number by a 1-digit number with carryover, without carryover. രണ്ട് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അതേപോലെ multiplying a 3-digit number by a 1-digit number with carryover, without carryover. അതായത് 2-digit നമ്പറിനെ 1-digit നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ 3-digit നമ്പറിനെ എങ്ങനെയാണ് 1-digit നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഒരു എക്സാമ്പിൾ നോക്കാം. 3-digit നമ്പർ 123 into 123യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? വൺസിന്റെ പ്ലേസിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. വൺസിന്റെ പ്ലേസിലുള്ള മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 2 എത്രയാ? 6. വൺസിന്റെ കോളത്തിൽ നേരെ 6 എഴുതി. നെക്സ്റ്റ് ടെൻസിന്റെ പ്ലേസിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. ടെൻസിന്റെ പ്ലേസിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2 അത് നേരെ ടെൻസിന്റെ കോളത്തില് 4 എഴുതി. ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ? 100ന്റെ പ്ലേസിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാ. 1 into 2 2. അപ്പോ 123 into 2 എത്രയാ കിട്ടുന്നേ? 246. ഇത് വിത്തൗട്ട് ക്യാരി ഓവർ. നമ്മളൊന്നും ക്യാരി ഓവർ നെക്സ്റ്റ് പ്ലേസിലേക്ക് ഒന്നും ക്യാരി ഓവർ ചെയ്തിട്ടില്ല. ക്യാരി ഓവർ ചെയ്യാതെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം വരുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ. നമ്മൾ രണ്ട് 2-digit നമ്പറിനെ 1-digit നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പേജ് നമ്പർ 68 ഒന്ന് എടുത്തേ. 68ല് എക്സൈസ് 1.7 കണ്ടോ? എക്സൈസ് 1.7 കണ്ടോ? അതെല്ലാം ഒന്ന് ഒരു 8 എണ്ണം. 8 എണ്ണത്തിൽ ഒന്ന് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 7 എണ്ണം. ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കിയേ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3-digit നമ്പർ ബൈ എ 1-digit നമ്പർ. എന്താ മന്ന? അത് ചെയ്തു. എക്സൈസ് 1.7 ചെയ്തായിരുന്നോ? എപ്പോ? ഇനി അടുത്ത ക്ലാസ് ചെയ്തിന്. അത് ചെയ്തായിരുന്നോ? എന്നാ ഓക്കെ, കുഴപ്പമില്ല. സെക്കൻഡാമത്തത് ഹോംവർക്ക് തന്നെ. ആ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഓക്കെ മിസ് നോക്കിയിരുന്നു. ഓർമ്മയില്ല കേട്ടോ. ആരൊക്കെ അയച്ചതെന്ന് ഇപ്പൊ നോക്കണമെങ്കിൽ ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ വീട്ടിലാ ഉള്ളത്. അപ്പൊ നമുക്ക് വിത്ത് ക്യാരി ഓവർ ഇനി പഠിക്കാനുള്ളത് അല്ലേ? അല്ലേ? ഓക്കെ, മൾട്ടിപ്ലൈയിങ് എ 3-digit നമ്പർ ബൈ 1-digit നമ്പർ വിത്ത് ക്യാരി ഓവർ. അത് നമ്മൾ 2-digit നമ്പറിനെ 1-digit നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു പ്ലേസ് അവിടെ കൂടുന്നുണ്ടതേ ഉള്ളൂ. എങ്ങനെ ചെയ്യാം? ഇപ്പോ 152നെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 152നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം എന്താ ചെയ്യണ്ടേ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 5 10. 10ല് നമ്മള് 0 മാത്രം, 10ന്റെ പ്ലേസ് 10ന്റെ വൺസിന്റെ പ്ലേസിലുള്ള 0 മാത്രം വൺസിന്റെ കോളത്തിൽ എഴുതി. ബാക്കി വരുന്ന 1 ഉണ്ടല്ലോ. 10ല് 0 കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു 1. ആ 1 ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതവിടെ കിടക്കട്ടെ. നെക്സ്റ്റ്
ടെൻസിന്റെ പ്ലേസിലുള്ള 5ഉം ഈ 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 5 into 5 എത്രയാ? 25 അല്ലെ? 5 into 5 25 കിട്ടി. ഇനി ടെൻസിന്റെ പ്ലേസിലേക്ക് നമ്മൾ ഒരു 1 ക്യാരി ഓവർ ചെയ്തിട്ടുണ്ടല്ലോ. ആ 1ഉം കൂടി ഈ 25ന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 26 കിട്ടും അല്ലെ? ഈ 26ല് ഈ 6 മാത്രം നമ്മൾ ടെൻസിന്റെ പ്ലേസിൽ എഴുതുന്നു. 6 മാത്രം ടെൻസിന്റെ പ്ലേസിൽ എഴുതി. ബാക്കി വരുന്ന 2 26ലെ 2 ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 26ലെ 6 നമ്മൾ ടെൻസിന്റെ പ്ലേസിൽ എഴുതി. 2 നമ്മൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് ഹൺഡ്രഡ്സിന്റെ പ്ലേസിലെ 1ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 5 5. ഇനി അവിടേക്ക് ക്യാരി ഓവർ ചെയ്തൊരു 2 ഇല്ലേ? ആ 2ഉം കൂടി 5നോട് ആഡ് ചെയ്യുന്നു. എത്ര കിട്ടി? 7 കിട്ടി. ആ 7 നമ്മൾ എവിടെ എഴുതുന്നു? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എഴുതുന്നു. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? ടോട്ടൽ 760 എന്ന് കിട്ടി. 152നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 760 എന്ന് കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലായോ? ഒന്ന് കൈവന്നിച്ചേ. ഇപ്പൊ മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇപ്പൊ മിസ് പറഞ്ഞ പ്രോബ്ലം മനസ്സിലായവരൊന്ന് കൈവന്നിച്ചേ. ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട. ഒന്നും കൂടി പറയുമ്പോ എല്ലാവർക്കും ശരിക്കും ഒന്നും കൂടി മനസ്സിലാവും. ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിക്കണേ. 253 into 4. 253 നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വൺസിന്റെ പ്ലേസിലുള്ള 3ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 3 into 4 എത്ര കിട്ടും? 12. 3 into 4 12. ഈ 12ല് നമ്മൾ ഏത് മാത്രം എവിടെ എഴുതുന്നേ? 2 മാത്രം. 2 മാത്രം നമ്മൾ ഇവിടെ എഴുതി, വൺസിന്റെ കോളത്തിൽ എഴുതി. ബാക്കി വരുന്ന 1 ടെൻസിന്റെ കോളത്തിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഷിഫാന ടെൻസിന്റെ കോളത്തിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി അടുത്തത് ടെൻസിന്റെ കോളത്തിലെ 5ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 5 into 4 എത്രയാ? 5 into 4 20. 20 കിട്ടി. ഈ 20ന്റെ കൂടെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത 1 ഇല്ലേ അവിടെ ഉണ്ടല്ലോ? ടെൻസിന്റെ പ്ലേസിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്ത 1 ഉണ്ട്. ആ 1 ആഡ് ചെയ്തു. 20യോട് കൂടി 1 ആഡ് ചെയ്താല് 21. 21ന്റെ 1 മാത്രം നമ്മൾ ഇവിടെ എഴുതുന്നു. 2 നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എന്താ ചെയ്യണ്ടേ? ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 2 into 4 എത്ര കിട്ടും? 8 കിട്ടി. 8നോട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? അവിടേക്ക് ക്യാരി ഓവർ ചെയ്ത 2 ആഡ് ചെയ്തു. 2 ആഡ് ചെയ്താല് 10 കിട്ടും അല്ലെ? 8നോട് 2 ആഡ് ചെയ്താല് 10 കിട്ടും. ആ 10 അതേപോലെ തന്നെ ഇവിടേക്ക് എടുത്തെഴുത. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0യും തൗസൻഡ്സിന്റെ പ്ലേസിൽ 1ഉം വരുന്ന രീതിയിൽ 10 അവിടേക്ക് എടുത്തെഴുതി. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 1012. 1012 എന്ന്
ആൻസർ ചെയ്തു 253യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1012 എന്ന് കിട്ടും. ഇപ്പൊ മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സൈസ് 1.8 ഒന്ന് എടുത്തേ, പേജ് നമ്പർ 69. പേജ് നമ്പർ 69. അതിനകത്തൊരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന 4 ക്വസ്റ്റ്യൻ. അതിന്റെ ബാക്കി നെക്സ്റ്റ് പേജിലാണ്. ആദ്യത്തെ 4 എണ്ണം 69th പേജിലെ 4 എണ്ണം ഒന്ന് ചെയ്തേ, പെട്ടെന്ന് എഴുതും. ടെക്സ്റ്റ് തന്നെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ ആൻസർ മിസ് പെട്ടെന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം. നിങ്ങൾ ആൻസർ അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ, $215 into 2. 5 into 2 10 ന് 0 എഴുതി, carry over 1. 1 into 2 2 plus 1 3. 2 into 2 4. Second one, 140 into 140 into 7. 0 into 7 0. 4 into 7 28 ന് 8 എഴുതി, 2 carry over ചെയ്തു. 1 into 7 7 plus 2 9. 980. Next third one, 125 into 6. 5 into 6 30. 3 carry over ചെയ്തു. 2 into 6 12. 12 plus 3 15. 1 carry over ചെയ്തു. 1 into 6 6. 7 6 plus 1 7. ആണോ? Okay. Then 171 into 5. 1 into 5 5. 7 into 5 35 into 5. Carry over 3. 1 into 5 5 plus carry over 3 8. 5 plus 3 8. ഇങ്ങനെ തന്നെയാണോ കിട്ടിയേ? ആണോ? നോക്കട്ടെ ആർക്കൊക്കെ 4 എണ്ണം ശരിയായി നോക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പേജ് എടുത്തേ, 70. പേജ് നമ്പർ 70. അതിനകത്തുള്ള ആദ്യത്തെ 2 റോയിലെ 8 ക്വസ്റ്റ്യൻസ്. ഇത് 4 എണ്ണോ, ഇത് 4 എണ്ണോ ചെയ്യാൻ പറ്റുമോ? ഏതൊക്കെ? 5ഉം 10ഉം 15ഉം 20ഉം ഇങ്ങനെ നേരെ വരുന്ന 2 റോ 4 എണ്ണം കണ്ടോ? മിസ് കാണിച്ചു തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇതാ ഈ 4 എണ്ണം, അതിന്റെ തൊട്ട് താഴത്തെ 4 എണ്ണം. ഒന്ന് ചെയ്ത് നോക്കിയേ. എറിക്കിന് എന്താ പറയണ്ടേ? എന്താ മോനെ? എനിക്കൊന്നും പറയാനില്ല ടീച്ചറെ. ഓക്കെ, ആൻസർ പറയട്ടെ. ഫസ്റ്റ് 148 into 6.
148 into 6. Answer is 888. 888. ആണോ? ആണോ? Okay. Then 132 into 6. 792. 792. Okay, then 213 into 4. 852. 852. Then 217 into 3. 217 into 3. 651. 651. Next, 275 into 3. 825. 825. അടുത്തത് 112 into 8. 896. 896. Next one, 235 into 2. 470. 470. 470. Next, 326 into 2. 326 into 2. 652. 652. Okay. ചെയ്ത് കഴിയാത്തവര് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. അതേ പേജിൽ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോറി. ബാക്കി അതിലുള്ള ക്വസ്റ്റ്യൻസ്, ആ പേജിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേർഡ് പ്രോബ്ലംസ് എടുക്കാം. അതും കൂടി ആയാലും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, then ബൈ. ഹോംവർക്ക് ചെയ്യാം കേട്ടോ എല്ലാരും. ബൈ.